ഒന്നുമില്ലല്ലോ. ഒന്നുമില്ല. ഹലോ, താടിക്ക് കൈയും കുത്തിയിരിക്കണേ? ഒന്നുമില്ല. ഒന്നും ഇല്ലാതല്ല. എന്തു പറ്റി അമ്മ? എന്തെങ്കിലും വയ്യായിക ഉണ്ടോ? എനിക്കൊരു വയ്യായികയില്ല, ഒരു സന്തോഷവും ഇല്ല. അമ്മൂമ്മ ഒരു കട്ടൻ ചായ കിട്ടിയാ കൊള്ളായിരുന്നു. അമ്മൂമ്മ എന്തുപറ്റി? സാധാരണ ഈ സമയം അടുക്കളയിൽ സർക്യൂട്ട് ആയിരിക്കുമല്ലോ, എന്തിട്ട് ഇവിടെ വന്നിരിക്കണേ? അതല്ലേ ഞാനും ചോദിക്കണേ. ഞാനേ നിങ്ങളോട് ഗൗരവമായിട്ടൊരു കാര്യം പറയാൻ പോവാ. അമ്മൂമ്മ ഗൗരവമായിട്ട് പറ, നമ്മൾ ഗൗരവമായിട്ട് കേൾക്കാം. ഞാനങ്ങ് പടവലത്ത് പോകാൻ തീരുമാനിച്ചു. അമ്മൂമ്മ പടവലത്ത് പോയി കഴിഞ്ഞ് ഇവിടെ ആരുണ്ട്? അല്ല അമ്മൂമ്മ എന്തിട്ട് ഇപ്പൊ പെട്ടെന്ന് പടവലത്ത് പോകാനുള്ളൊരു തോന്നുന്നു? അങ്ങനെ തോന്നി തീരുമാനിച്ചു. അമ്മ എന്നാ ഞങ്ങള് മാത്രമാവൂലേ ഇവിടെ? അപ്പൊ ഞങ്ങള് കാര്യം നോക്കൂ. ആരാ ഇവിടെ ഇല്ലാത്ത? ഇവിടെ എല്ലാരും ഇല്ലേ? എല്ലാരും അവരവരുടെ കാര്യങ്ങൾ നോക്കാനുള്ള പ്രാപ്തിയൊക്കെ ആയി. ഇനി എന്റെ ആവശ്യമൊന്നും ഇവിടെ ഇല്ല. അല്ല അമ്മൂമ്മ, ഈ പ്രാപ്തിയും പ്രായ കൂടുതലും അതൊക്കെ വിട്ടേക്കുക, അത് വലിയ വിഷയമുള്ള കേസൊന്നുമല്ല. പക്ഷെ അമ്മൂമ്മ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു നാദനില്ല കളരിയിലായി പോകും, അത് ശരിയാവില്ല. അല്ല, ഞാനൊരു നിമിഷം പെട്ടെന്നങ്ങ് ഇല്ലാതായി പോയാലേ എന്ത് ചെയ്യും? എന്തോന്ന് വർത്താനം അമ്മ? ചുമ്മാ രാവിലെ ആവശ്യമില്ലാത്ത വർത്താനം എന്തിനമ്മൂമ്മ? കനകം, കനകം. ஆமா என்னம்மா? ഞാൻ അങ്ങ് പടവലത്ത് പോവുക. നിനക്ക് ഇവിടെ നിൽക്കണമെങ്കിൽ ഇവിടെ നിൽക്കാം, അതല്ല എൻ്റെ കൂടെ അങ്ങ് പടവലത്ത് വരുവാണെങ്കിൽ അത് ചെയ്യാം. എന്ത് വേണമെന്ന് നിനക്ക് തീരുമാനിക്കാം. அதுக்கு என்னம்மா, இன்னைக்கே போறோமா? அப்படின்னா எல்லா ட்ரெஸ்ஸும் நான் பேக் செஞ்சு வைக்கிறேன். ബെസ്റ്റ്. ചോദിക്കലും ഇല്ല, പറയലും ഇല്ല, അങ്ങ് തീരുമാനിക്കുകയാണ്. എന്താണ് എല്ലാരും കൂടെ ഒരു സംസാരം? നമ്മളിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കണ അമ്മൂമ്മ പടവലത്തോട്ട് തിരിച്ചു വരണല്ലോ. ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ മോനെ. പടവലത്ത് പോയാലും മാസത്തിൽ 1-2 തവണ ഇവിടെ വന്ന് നിൽക്കാം. അയ്യോ അമ്മൂമ്മ, അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാ ശരിയാവുന്നേ? ഞാൻ തന്നെ ദുബായിലോട്ട് ഇപ്പം 2-3 മാസം തിരിച്ചു പോകും. പിന്നെ ഇവിടെ ആരാ ഉള്ളേ? അങ്ങനെ ആരും ആരുടെയും കാര്യത്തിൽ ഒരു നിയന്ത്രണം ഒന്നും വെക്കണ്ട. എല്ലാവർക്കും അവരവരുടെ കാര്യം നോക്കാനുള്ള പ്രാപ്തി ആയില്ലയോ? ഇനി അതിനൊക്കെയുള്ള സമയമൊക്കെ ആയി. அம்மா நம்ம இன்னைக்கே போறோமாமா? ബെസ്റ്റ്. എന്റെ പൊന്നു കനകേച്ചി, അമ്മ പോണേന്റെ പുറകെ ചേച്ചി കൂടെ പോകാൻ നിൽക്കണം. അതെ, ഇനി അതിന്റെ പേരും പറഞ്ഞ് വെറുതെ ഇവിടെ ഒരു തല്ല് വേണ്ട. ഒരു കാര്യം ചെയ്യട്ടെ, അമ്മൂമ്മ എവിടെ പോയാലും കനകന്റെ എപ്പോഴും കൂടെ പോകാറാണല്ലോ പതിവ്. ഇതും അങ്ങനെ തന്നെ ആയിക്കോട്ടെ, ബൈ 1 get 1 ഓഫർ. டே கேசு, அது என்னன்னா என்னோட அம்மா இருந்ததுன்னா நான் என்னோட அம்மா கூட தானே இருப்பேன். இப்போ என்னோட அம்மா வந்து பவானி அம்மா தான். മോനെ കേശു, ആരെങ്കിലും ഒരാളിനെ വിളിച്ചു നിർത്തി അവിടെ പടവലത്ത് വീടും പരിസരം എല്ലാം ഒന്ന് വൃത്തിയാക്കിപ്പിക്കണം. അമ്മൂമ്മയുടെ ഇഷ്ടത്തിനും തീരുമാനത്തിനും എതിരായിട്ട് ഇവിടെ ആരും നിൽക്കാറില്ലല്ലോ. പിന്നെന്തു പറ്റി ഇങ്ങനെയൊക്കെ തോന്നാൻ? അല്ല അമ്മൂമ്മ, ഇനിയിപ്പം അമ്മൂമ്മക്ക് ഇഷ്ടമല്ലാത്ത രീതിയിൽ ഇവിടെ ആരെല്ലാം സംസാരിക്കാൻ പെരുമാറുകയും ചെയ്താ? അങ്ങനെ ആരും ഒന്നും പെരുമാറിയിട്ടില്ല. എനിക്ക് പോണോന്ന് തോന്നി, ഞാൻ പോന്നു. എവിടെ പോണോന്ന്? അതെ, ഞാൻ അപ്പുറത്തോട്ട് പോവുക. ആരും എന്റെ പുറകിന് വരാൻ നിക്കല്ലേ. എന്താണ്? എന്തുപറ്റി അമ്മൂമ്മ? ഒന്നുമില്ല മോനെ. എന്തോ ഒരു വിഷമമുണ്ട്. സാധാരണ എന്തുണ്ടെങ്കിലും ഞങ്ങളുടെ അടുത്ത് പറയുന്നതാണല്ലോ. ഇതിപ്പോ എന്താ പറ്റി? അമ്മൂമ്മ പെട്ടെന്ന് ഇങ്ങനെ തറവാട്ടിലേക്ക് തിരിച്ചു പോകാന്ന് പറഞ്ഞപ്പോ ഞങ്ങൾക്കൊക്കെ ഒരു പരിധി വരെയൊക്കെ സഹിക്കാൻ പറ്റും. പക്ഷെ സഹിക്കാൻ പറ്റാത്ത 2 പേരുണ്ട് ഈ വീട്ടില്. ആരെന്നറിയോ? പാറൂസും കല്ലൂസും. അവരെന്ത് ചെയ്യും? അതൊക്കെ കുറച്ച് ദിവസത്തേന് കാണും. കുറച്ച് ദിവസം കഴിയുമ്പോ തന്നെ അങ്ങ് മറക്കുന്നേ. അവര് കുഞ്ഞുങ്ങളല്ലയോ? അമ്മ കൂടുതൽ ഡ്രാമ കളിക്കാതെ എന്താണ് കാര്യം എന്ന് പറ. അത് തന്നെ. അമ്മമ്മ ഞങ്ങളെ പിടിച്ചു നിർത്തിയിട്ടൊന്നുമില്ല. അമ്മമ്മക്ക് പോണമെങ്കിൽ പോവാ. പിന്നെ കല്ലു കരയുമായിരിക്കും.
കല്ലുവിനെ ഞങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാം. അമ്മ ഇവിടെ ഒരു പ്രശ്നമില്ലാതെ സന്തോഷമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വെറുതെ ഓരോന്നും പറഞ്ഞ് അലമ്പാക്കണോ അമ്മ? ആ നിങ്ങൾ മിണ്ടായിരുന്നേ. അമ്മൂമ്മ എന്താ പ്രശ്നം എന്നൊക്കെ പറഞ്ഞേ. ആ ചേച്ചി പറഞ്ഞേ, എന്തിനാണ് ചേച്ചി അമ്മൂമ്മ എന്നുള്ള പ്രശ്നം? യോശിതെന്നാ ഞാൻ വല്ലതും വിളിച്ചാൻ പറയാം, തമാശയല്ല, സീരിയസ് ആയിട്ടുള്ള കാര്യം ചോദിക്കുമ്പോ. ഇവിടെ അമ്മൂമ്മ കണ്ടോ ഭയങ്കര മൂശാട്ടം അടിച്ചിരിക്കണ്. അപ്പൊ ഇവിടെ പടവലത്ത് പോകണോ ഇനി ഇങ്ങോട്ട് തിരിച്ചു വരുന്നില്ല എന്നൊക്കെ പറയണ്. ചോദിച്ചിട്ട് പറയണ്ടേ? നിങ്ങളൊന്നും പ്രശ്നമില്ല? ശരി ശരി, ആ ആ ആ ശരി, നോക്കട്ടെ. അമ്മൂമ്മ എന്താണെങ്കിലും പറ അമ്മൂമ്മ അങ്ങോട്ട് പറ. പറ. നിങ്ങൾ എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയത്തില്ല, എന്നാലും ഞാൻ പറയാം. ഞാനേ രാവിലെ ഒരു സ്വപ്നം കണ്ടു. എന്ത് സ്വപ്നം? പടവലം വീട്. വീടാണെങ്കിൽ ഇങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുന്നു. ഒരു വല്ലാത്ത ഇരുട്ട്, കാറ്റിങ്ങനെ വീശുന്നുണ്ട്. എടാ, വീടിനും നമ്മളെ പോലെ ഏകാന്തതയും വിഷമവും സന്തോഷവും ഒക്കെ ഉണ്ടടാ. അവിടെ എന്തോ ഇങ്ങനെ ഒരു വല്ലാത്തൊരു മൂകത. ഒരു പക്ഷേ അപ്പൂപ്പന്റെ സാന്നിധ്യം അവിടെ ഉണ്ടാവും. അപ്പൂപ്പൻ എന്നെ ഇങ്ങനെ വിളിക്കുന്നത് പോലൊരു തോന്നല്. അമ്മ അമ്മ ഇങ്ങനെ ഓരോ സ്വപ്നം കണ്ടിട്ട് ഇല്ലാത്ത വ്യാഖ്യാനങ്ങളൊന്നും ഉണ്ടാക്കാതെ. വ്യാഖ്യാനങ്ങളൊന്നുമല്ല, എനിക്ക് തോന്നിയതാ. അതുകൊണ്ട് ഞാൻ എന്തായാലും പടവലത്ത് പോവും. കനകവും വരും. അത് ചിലപ്പോൾ നാളെ രാവിലെ തന്നെ പോവും. ഒരു കാര്യം ചെയ്യാം, അമ്മൂമ്മയുടെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് നമുക്ക് അവിടെ നമ്മുടെ മറ്റേ പാവൂരുള്ള മറ്റേ ജോത്സ്യരുണ്ടല്ലോ, കുട്ടികൃഷ്ണൻ ജോത്സ്യല്, പുള്ളിയെ പോയെന്ന് കണ്ടൊരു പ്രശ്നമൊക്കെ വെപ്പിക്കാം. അപ്പം അമ്മൂമ്മയ്ക്കൊരു സമാധാനമാവുമല്ലോ. ആരെ വേണമെങ്കിൽ വിളിക്കുവോ കാണുവോ പോവോ എന്താന്ന് വെച്ചാൽ ചെയ്തോ. പക്ഷെ ഞാൻ പടവലത്ത് പോകുമെന്ന് പറഞ്ഞാൽ പോവും. ഹലോ ഹലോ ഉമേഷേ, ആ ഞാനാ. ആ അതെ, ആ വീടും പരിസരവും എല്ലാം ഒന്ന് വൃത്തിയാക്കണേ. ആ തട്ടുംപുറത്തൊക്കെ മൊത്തം പൊടിയായിരിക്കും, അതെല്ലാം വൃത്തിയാക്കണം. പിന്നെ തന്നെയല്ല, ഒരുപാട് നാളുകൊണ്ട് അടച്ചിട്ടേക്കുമല്ലയോ, വല്ല ഇടജന്തുക്കളും കയറി ഇരുന്നാൽ അറിയത്തില്ല. പിന്നെ പരിസരത്തുള്ള കരിയില മൊത്തം തൂത്ത് വാരിയിട്ട് കത്തിക്കണം. അവിടെ ഒന്നും കൂട്ടിയിട്ടേക്കല്ലേ. ആ അല്ല, നിനക്കതിനൊന്നും സമയമില്ലല്ലോ. നീ ചെയ്യണ്ട, ആരെ കൊണ്ടെങ്കിലും ചെയ്യിച്ചാൽ മതി. പിന്നെ കുറച്ച് പണിക്കാരെ വിളിക്കണം അടുത്ത ആഴ്ച. ആ ഞങ്ങൾ നാളെയോ മറ്റന്നാളോ അങ്ങ് എത്തും. ശരി, എന്നാ വെക്കട്ടെ. ഞങ്ങൾ വരുമ്പം നീ എങ്ങും പോവല്ലേ. ആ ശരി. அம்மா എന്താ? அம்மா நீங்க படவலத்துல போறதுக்கு இவங்களெல்லாம் ரொம்ப வருத்தமா இருக்காம். അത് നീ എന്ത് പറയുന്നു? நான் சொன்னதெல்லாம் இவங்க கேட்கவே மாட்டேங்கிறாங்கம்மா. അമ്മ ലച്ചുനെ വിളിച്ചു പറഞ്ഞപ്പോഴും ലച്ചു ഞെട്ടിയിരിക്കുകയാണ് അമ്മ പോണ കാര്യം അറിഞ്ഞ്. ലച്ചു എന്തിനാ ഞെട്ടുന്നേ? ഓ, ഞെട്ടിയതിന്റെ കാര്യം എനിക്ക് എന്താന്ന് മനസ്സിലായി. കനകം കൂടെ എൻ്റെ കൂടെ വരുന്നുണ്ടല്ലോ. അപ്പൊ കനകം കൂടെ അങ്ങ് വന്നു കഴിഞ്ഞാൽ പിന്നെ അടുക്കളയിലെ ജോലിയൊക്കെ ആര് ചെയ്യും? അതോർത്ത് ഞെട്ടിയതായിരിക്കും. എന്റെ അമ്മോ, എന്തോന്നിത്? എന്തോന്നടാ ചൂടാ? ചൂടൊന്നുമല്ല അമ്മൂമ്മ. ഞാൻ ഇങ്ങോട്ട് വരണ വഴിക്ക് ഇവിടെ പച്ച കയറ്റില്ലേ, അതിൻ്റെ അടുത്ത് ഒരു വലിയ ആൾക്കൂട്ടം ഇങ്ങനെ വളഞ്ഞു നിൽക്കണ ആൾക്കാർ. என்னடா சவோலா வந்து 10 ரூபாய்க்கு கொடுக்குறாங்களா? எவ்வளோ கிலோ? സവാള എന്നല്ല എൻ്റെ കനകാൻ്റെ, നമ്മുടെ പളനിന്ന് ഒരു നമ്മുടെ ഈ തത്തയൊക്കെ വെച്ചിട്ട് കാത് വെച്ചെടുപ്പിക്കൂലേ, എന്ത് പക്ഷിശാസ്ത്രം തന്നെ. പക്ഷിശാസ്ത്രം. ആ ഒരു പുള്ളി വന്നിരിക്കുന്നു. സൂപ്പർ കേട്ടോ, പറയണൊക്കെ അച്ചട്ട് കറക്റ്റ് കാര്യങ്ങള്. നമ്മുടെ വാസികളോട് നിൽപ്പുണ്ട്. എന്നിട്ട് ഭാഷ ചീട്ടെടുത്താ? സീറ്റ് എടുത്താന്നാ, എടുത്ത കാര്യമൊക്കെ അച്ചട്ടായിട്ട് പറഞ്ഞില്ലേ പുള്ളി. എന്നിട്ട് അതായത് ബാസിങ്ങളുടെ ഭാര്യ സിംഗപ്പൂരാണെന്ന് വരെ പറഞ്ഞു. സിംഗപ്പൂരാണെന്ന് പറഞ്ഞോ? സിംഗപ്പൂരാണെന്ന് പറഞ്ഞില്ല, പരം വിദേശ രാജ്യത്താണെന്ന് പറഞ്ഞു. പിന്നെ ബാസ്യങ്ങള് ഭാര്യയുടെ ചെലവിലാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞു, വാടക വീട്ടിലാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞു. ആ
പിന്നെ ഭാസ്യങ്ങളുടെ ഭാര്യയ്ക്ക് ഒരു വിലയില്ലെന്ന് വരെ പറഞ്ഞു. അവിടെ ചമ്മി നാറ് നിൽക്കുന്നു. കഷ്ടം. ചേട്ടാ ആ പക്ഷി ശാസ്ത്രജ്ഞനല്ലേ? ശാസ്ത്രജ്ഞനോ? എടീ പക്ഷിശാസ്ത്രക്കാരൻ. ആ ആ കാരനെ ഇങ്ങോട്ട് കൊണ്ടുവരാവാ. എന്തിനാ? അപ്പൊ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാലോ. ആ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം. ഞാൻ പുള്ളിയെടുത്ത് പറഞ്ഞിട്ടുണ്ടോ, വീടിന്റെ സ്ഥലമൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഇങ്ങോട്ട് വന്നാ ഫണ്ട് തരാന്നൊക്കെ പറഞ്ഞു. മിക്കവാറും പുള്ളി വരും. അമ്മൂമ്മ പോയി കഴിഞ്ഞാൽ ഒരു രസവും കാണത്തില്ല. പക്ഷിശാസ്ത്രം പക്ഷിശാസ്ത്രം പക്ഷിശാസ്ത്രോ? പക്ഷിശാസ്ത്രം വെക്കണമാ. പക്ഷിശാസ്ത്രം ഇത് കേശേട്ടൻ പറഞ്ഞ ആളല്ലേ? പാക്കണം പാക്കണം. വെക്കണമാ. ഇത് വാങ്ങോ. അമ്മൂമ്മ, കനകന്റെ, കേശേട്ടാ, പക്ഷിശാസ്ത്രജ്ഞൻ വന്നേ. ഉட்காருங்க. ஓ பரவாயில்ல பரவாயில்ல. அடேங்கப்பா, நீங்க வரும் நான் சொன்னேன், சொல்லலே இல்லை. காசு தரான்னு சொல்லனா வர இருக்க முடியுமா? அருமையான வீடு, பியூட்டிஃபுல் ஹவுஸ், ഔട്ട്സ്റ്റാൻഡിംഗ് ലാൻഡ്സ്കേപ്പ്. പുള്ളി ഇങ്ങനെ ഈ നാടായ നാട് മൊത്തം സഞ്ചരിക്കുന്ന ആളല്ലേ. അപ്പൊ പിന്നെ അതുകൊണ്ടാണ് ഈ പല പല ഭാഷകൾ ഇങ്ങനെ വരുന്നത്. ஆமா ஆமா ஆமா. ஐயா உங்க ஊர் எங்க இருக்கு? ஒரு ஓட்ட சுற்றுலா. ഓട്ടോഷൂട്ടറയാ? ഓട്ടച്ചിത്രം. ஓ ஒட்டஞ்சித்திரமா? ஆமா. நம்ம பழனிக்கு பக்கத்தால இருக்கிற இடம். பக்கத்துதான் இருப்பேன். செறிஞ்சது செறிஞ்சது. അമ്മയുടെ മുഖം എന്താ വാടക ഇരിക്കട്ടെ. മലയാളമൊക്കെ അറിയോ? நான் வந்து ரொம்ப தூரம் தாண்டி இருக்கேன். எனக்கு மலையாளம் தெரியும், தமிழ் தெரியும், கன்னடம் தெரியும், தெலுங்கு தெரியும், തുളുവും தெரியும். ആണോ? എന്നാ തുളുവിൽ 2 വാക്ക് പറയോ? ചേട്ടാ ചീട്ടെടുക്കാൻ പറ. അണ്ണേ വാങ്കണ്ണേ ചീട്ടെടുക്കല. എടുക്കലാ എടുക്കലാ. വാങ്ങോ. കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. അന്നിട്ടൊറോ നന്നായിട്ട് പ്രാർത്ഥിച്ച തട്ടമ്മ. തട്ടമ്മയോട് കാർഡെടുക്കാൻ சொல்லட்டுமா? തത്തമ്മയുടെ കാർഡ് എടുക്കാൻ சொல்லட்டுமா? അതിന് തത്തമ്മ ഡ്യൂപ്ലിക്കേറ്റ് അല്ലേ? ഒറിജിനൽ തട്ട തൂക്കിയാലേ പോലീസ് തൂക്കിയിടും. തട്ടതാൻ വൈൽഡ് ബേർഡ്, ജാമ്യം കിടക്കാതെ. അമ്മയുടെ മുഖം എന്താ ഇങ്ങനെ നിൽക്കണേ? കണ്ടാ, ഞാൻ പറഞ്ഞില്ലേ ദിവ്യനാ. അമ്മൂമ്മയുടെ മോൻ കണ്ടപ്പോ തന്നെ പിടിച്ചണ്ട എന്തോ പ്രശ്നമുണ്ടെന്ന്. അത് എപ്പോഴും അങ്ങനെ. ഞാൻ ഇവിടെ വന്നു കയറിന്റെ അപ്പം പോലെ ഇങ്ങനെ തന്നെ പോയിരിക്കണേ. സ്ഥായി ഭാവ. എന്നാ ഇതല്ല അമ്മ, ഇറാട്ട കാരണം என்ன? அம்மாவோட ஊரு இங்க அல்ல. கரெக்ட். அவங்களோட ஊர் வந்து அங்க சோனரத்தலை. ஓ சோனரத்தலை. தமிழ்ல சோனரத்தலை, ഞങ്ങളുടെ ഭാഷയില് சோனரத்தலை. அப்புறம் இது வந்து என் பாட்டி. பாட்டியை சோனரத்தலையில் இருந்து திருமணம் செய்து கொண்டு வந்ததான் படவலம். படவலம் படவலம் படவலம். ஆமா ஆமா ஆமா. ஆனா இப்ப என் பாட்டிக்கு வந்து எந்த பிரச்சனை
பிரச்சனை இருக்கு. മനോവശമം மனோஷம் இருக்கா? അതിനാല് സീറ്റ് എടുക്കട്ടാ வீட்டு தாராளமா எடுக்குங்க. ஆனா அம்மா வந்து எடுக்கணும், அம்மா தான் எடுக்கணும். அம்மா நல்லா கடவுளை வேண்டிட்டு இந்த சீட் எடுங்கம்மா. സീറ്റടമ്മാ. ஆண்டு உங்க ஊர் எங்க? ആ അന്നി അന്നി ആന്റി ஆஹா, அண்ணி 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 உங்க ஊர் எங்க? எங்க ஊர் வந்து மதுரை. நீங்க உங்க ஊர் வந்து ஒட்டன் சித்திரம் தானே சொன்னீங்க. சுற்றம். ஆனா ஒட்டன் சித்திரத்துல இருக்கிறவங்க இந்த மாதிரி தமிழ் பேசாதே, வேற மாதிரி தமிழ் தானே பேசுவாங்க. அது வந்து நான் அவுட் ஆஃப் நேஷன், அவுட் ஆஃப் ஸ்டேஷன். அது நான் எல்லா ലാംഗ്വേജും കൂടെ മിക്സ് ഇருக்கு. കനകാന്റി നേരത്തെ പുള്ളി പറഞ്ഞായിരുന്നു പുള്ളി എല്ലാ ഭാഷയിലും പണ്ഡിതനാണെന്ന്. കാർഡ് എടുക്കണങ്ങളാ? എടുക്കാം. മനസ്സിലോ കടവുളൊക്കെ വേണ്ടിയിട്ട് സീറ്റ് എടുക്കും. പാർട്ടി സീറ്റ്. ஆண்டவா முருகா, பழனி ஆண்டவன் முருகன் தான் பண்றது. அம்மா മുരുകനെ മാറി വീട് വിട്ടു നിൽക്കുകയാണല്ലേ? അതെ അതെ വീട്ടിൽ തിരുമ്പി പോണോന്ന് ആശ ഇരിക്കാ? അതെ, വീട് അവിടെ ഒറ്റയ്ക്കാ. அப்படியா? ഞാനങ്ങ് തിരിച്ചു പോകുന്നതല്ലയോ നല്ലത്. கொஞ்சம் காட்டு இருக்கு. போண்டே ஒரு சீட் எடுக்குங்க. ஒரு சீட் எடுக்குங்க. ശിവൻ, പരമശിവൻ, കുടുംബം, കൈലാസം, നന്ദികേശൻ, പൂരഗണങ്ങൾ എല്ലാരും ഒരുമിച്ചിട്ടാണ് ഇരിക്കണം. ഉങ്ങള് ഒറ്റയ്ക്ക് ജീവിക്ക വേണ്ട ആളല്ലേ, എല്ലാരും താൻ ഒരുമിച്ച് നിൽക്കണം. അത് ഞാൻ തത്ത ചൊല്ലരുത്. തത്തയിലല്ലോ താത്തയല്ലോ ചൊല്ലുന്നത്. പെരിയോനെ, അമ്മ ഇവിടെ നമ്മളെല്ലായിടത്തും സന്തോഷമായിട്ട് ഒരുമിച്ചാണ് ജീവിക്കണം. ഇപ്പൊ അമ്മയുടെ ആഗ്രഹം അങ്ങ് പടവലത്ത് പോയി നിക്കണം എന്നാണ്. അതിനേക്കാളും നല്ലത് ഇവിടെ നിക്കണല്ലേ അല്ലേ? പടവനം വൈദ്യരേ വൈദ്യരാ? ലാടാ ലാടാ? പൂജാരി പൂജാരിയാ? ബ്രോക്കറേ മാമ താത്ത എങ്ക ആത്ത അമ്മൂമ്മ പാട്ടി. എന്റെ പൊന്നു മാമ, എന്റെ അമ്മൂമ്മക്ക് ഇടയ്ക്ക് ഒരു സ്വപ്നം കണ്ടു. ഇന്ന് രാവിലെ കണ്ട പുള്ളിക്കാരിക്ക് വീട്ടിലോട്ട് പോണോന്നൊക്കെ പറയണ, തറവാട്ട് വീട്ടിലോട്ട്, പടവലത്തോട്ട്. അപ്പൊ ഇപ്പൊ പോണോ വേണ്ടേ? കാർഡ് എടുത്ത് പറ. പോണ്ടേ? നീ ഒരു കാർഡ് കൂടെ എടുക്ക്. തത്തയില്ലാത്തോണ്ട് എന്നെ കൊണ്ട് അടിപ്പിക്കുവാണോ? ഉങ്ങളെ കാണാൻ നല്ല തട്ടമാറ ഇருக்கு. കാർഡ് എടുക്കുമ്പോ എടുക്ക്. ഭദ്രകാളി, ഉഗ്രരൂപിണി, നിങ്ങള് പാഴൂര് പോകൂടാതെ. അവിടെ പെറിയ യുദ്ധം നടക്കും. അവിടെ ശത്രുക്കള് കാട്ടിருக்க പോകൂടാതെ. പാഴൂരെന്നാ? അതിനിവിടെ ആരും പറഞ്ഞില്ലല്ലോ പാഴൂരെന്ന്. പിന്നെങ്ങനെ മനസ്സിലായി? പാഴൂര് അറിയാത്ത ആൾക്കാരുണ്ടോ? പാഴൂരല്ലേ ശിവക്ഷേത്രം ഉള്ളത്, പറഞ്ഞുകൂടെ? ശിവക്ഷേത്രം, ഞാൻ എപ്പോഴും ശിവക്ഷേത്രത്തിന് പ്രാർത്ഥിക്കും. എന്റെ പളറിയപ്പ, ഗുരുവായൂരപ്പ, അയ്യപ്പ, പണയപ്പ. അതെ താത്ത എങ്ക അമ്മാവടെ കാര്യത്തിൽ ഒരു തീരുമാനം പോണോ വേണ്ടേ? തീരുമാനം എടുക്കാം ഒരു നിമിഷം. അതെ, ഇനി എന്റെ അടുത്ത് കാർഡ് എടുക്കാൻ പറയരുത്. ഞാൻ മടുത്ത്. ഞാൻ സ്വയം എടുത്തോളാം. നന്നായി. ദുർഗാദേവി, സിംഹപ്പുറത്ത് വാളേണ്ടി വരുന്ന ദുർഗാദേവി. അമ്മ അങ്ങ് പോകൂടാതെ, പെറിയ പ്രശ്നം നടക്കും. അമ്മ ഇങ്ങതാൻ കുടുംബത്തോടൊപ്പം ഇരിക്കണം.
பக்ததானே? அம்மா வந்து பெரிய பக்தர். கடவுளை தான் அம்மையை இங்க கொண்டு வந்தது. அம்மா இங்க தான் நிக்கணும். அங்க പോയ பெரிய பிரச்சனை. ഞാൻ അങ്ങോട്ട് പോയില്ലെങ്കിൽ വീടിന് വല്ലതും ദോഷമുണ്ടോ എന്ന് നോക്കി പറയുവോ? നോക്കണമാ? നോക്കാം. അയ്യപ്പൻ, ശബരിമല അയ്യപ്പൻ. அம்மா, உங்களோட வீடு சுட்டும் நிறைய மரங்கள் இருக்கா? இருக்கு. അങ്ങനാണെങ്കില് കവലപ്പെട വേണ്ട. உங்களோட வீடு ஐயப்பன் காவல். அம்மா, நீங்க இங்க தான் இருக்கணும். இருக்கலையா? ஐயப்பாவே ஐயப்பா. വന്നാട്ടെ 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 വന്നാട്ടെ. നല്ല അഴകാന വീട്. നമ്മുടെ ഈ വീടിന്റെ വാസ്തുവും കൂടെ നോക്കി പറയണേ. വാസ്തുവാ? ഇത് റൂമാ? ആ റൂം 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 സൂപ്പറാ இருக்கு. சூப்பர் ரூம். ட்ராயர், சப், அலமாரி எல்லாம் உள்ள. ഡ്രോയർ இருக்கு. ட்ராயர் இருக்கு. இது ரூமா? அது ரூம். ரூம், ரெண்டு ரூம். கொള്ളാം കൊള്ളാം കൊള്ളാം. നല്ല അഴകാന വീട്. ഐശ്വര്യം. കുഴപ്പമൊന്നുമില്ലല്ലോ ഈ വീടിന്? ஒரு குழப்பம் நல்ல ஐஸ்வர்யம் இருக்கு. இந்த வீடு மூத்த தாத்தா சമ്മാനം பண்ணிடா. എന്റെ ഭർത്താവ് പടവലം കുട്ടമ്പുള്ള നല്ല മനുഷ്യനായിരുന്നു. അദ്ദേഹം എന്റെ കുഞ്ഞുങ്ങൾക്ക് ദാനമായിട്ട് കൊടുത്തതാ. ரொம்ப நல்ல மனுஷன், நல்ல மனுஷன். എനിക്ക് തന്നില്ല. ഞാനിവിടെ വലുതാലി വെച്ച് വന്നതാണ്. നിങ്ങളുടെ ഊരങ്ക? എന്റെ നാട് ചിറങ്കീഴ്. ചിറയൻകീഴ്. ரொம்ப நல்ல സ്ഥലം. ശോ, ഈ സമയത്ത് സിദ്ധു ഇവിടെ ഇല്ലാതെ പോയല്ലോ. അല്ലെങ്കിൽ സിദ്ധുവിനും കൂടെ ഒന്ന് കാണായിരുന്നു. അതെ, ഒരു കാര്യം ചെയ്യാൻ ഞാൻ അളിയനെ വിളിക്കാൻ പോമ്മ. അതാകുമ്പോ അളിയൻ. ആ അളിയാ. ഓഹോ അളിയാ. ഓ അല്ല, ഇവിടെ നമ്മുടെ പക്ഷിശാസ്ത്രക്കാരൻ വന്നേക്കണ്. ആ പക്ഷിശാസ്ത്രക്കാരൻ ഭൂമിശാസ്ത്രമല്ല. ആ പുള്ളി വന്നിട്ട് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു അളിയനെ കണ്ടില്ലാന്ന്. ഞാൻ അളിയനെ കണ്ടില്ലെന്ന് ആ സമയം അമ്മൂമ്മ പറയുമായിരുന്നു. അതെ, ശരി. അളിയ എവിടെ ആണോ? ആ ഓക്കെ ശരി. ആ അമ്മൂമ്മ, അളിയൻ അങ്ങ് ദൂരെ ഫ്രണ്ട്സുമായിട്ട് എന്തോ സംസാരിച്ചോണ്ടിരിക്കണം. ഭയങ്കര മീറ്റിംഗിലാണ്, അതുകൊണ്ട് ഇപ്പൊ വരാൻ പറ്റില്ലെന്ന്. അളിയൻ പിന്നെ വരുള്ളൂ. இந்த அழியன் உன்னோட அக்காவோட புருஷனா? ஆமா, புருஷன். புருஷன், அக்காவோட புருஷன். ஓ, அந்த பையன் ரொம்ப நல்ல பையன், நல்ல പേഴ്സണാലിറ്റി, അഴകാന പയ്യൻ. അതല്ലെങ്കിലും ഞങ്ങൾക്കറിയാം, നല്ല പയ്യനാ, നല്ല മോനാ ഞങ്ങളുടെ. പക്ഷെ அந்த பொண்ணுന് സ്വല്പ ക്രാക്ക് ഇருக்கு. നല്ലതാണെന്നാണ് പറഞ്ഞത്. അല്ല, ക്രാക്ക് എന്ന് വെച്ചു. അങ്ങനൊന്നുമില്ല, എന്റെ മോള് നല്ല മോള് തന്നെ. അല്ല, ரொம்ப പ്രശ്നക്കാരി. പറഞ്ഞത് അതേപോലെ വിളിച്ച് പറഞ്ഞു കൊടുക്കട്ടോ. വേണ്ട. അതുകൊണ്ടോ അയാളുടെ മീശ ഇളകിയിരിക്കുന്നു? കണ്ട് അമ്മ, അയാള് വന്നപ്പോഴേ എനിക്ക് ചെറിയ ഡൗട്ട് അടിച്ചതാണ്. അയാൾ വീട് മൊത്തം നോക്കിയില്ലേ? ചിലപ്പോ ഇവരെ കള്ളനാണോ? ആയിരിക്കുമോ? അമ്മൂമ്മ, ഇപ്പോഴാ എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. എന്താ? അയാൾ ആദ്യം വന്നപ്പോ കാലിലൊരു ഞൊണ്ടലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. ശരിയാണല്ലോ. ശരിയാ. അപ്പൊ കള്ളൻ തന്നെ കൺഫേം. അളിയന് കാശത്ര അറിഞ്ഞായിരിക്കും. ഞങ്ങള് ഇപ്പൊ വരാമേ. കൊഞ്ചം ടൈം ഒന്ന് വെയിറ്റ് ചെയ്യണേ. கொஞ்சம் டைம். ஓகே.
അളിയോ എങ്ങനെയുണ്ട് പെർഫോമൻസ്? ഓക്കെ അല്ലേ? മീശയൊക്കെ നേരെ വെക്കണ്ടേ? ഇണങ്ങിയോ? ജസ്റ്റ് ഒന്ന് താന്ന് മീശയൊന്നുമില്ല. നിന്റെ ഞൊണ്ട അവിടെ പോടാ, നിന്റെ ഞൊണ്ട അവിടെ പോടാ. അമ്മമ്മ അടിക്കല്ലേ? അമ്മമ്മ ഞാനാ സിദ്ധു. അമ്മമ്മയുടെ സിദ്ധു നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ഞാനാ. അമ്മ രണ്ടെണ്ണം കൂടെ കൂടമ്മ. അമ്മമ്മ ഇനി തല്ലരുത്. അമ്മമ്മ ഇവിടുന്ന് പടവലത്തേക്ക് പോവാണെന്ന് പറഞ്ഞപ്പോ ഇവിടുന്ന് അങ്ങോട്ട് വിടാതിരിക്കാൻ വേണ്ടി ഈ കിഴങ്ങൻ പറഞ്ഞതിന്റെ ഐഡിയയുടെ കൂടെ നിന്നാണ്. ഇനി എന്നെ തല്ലരുത്. അമ്മമ്മ ഞാനേ ഇത്രയും കഷ്ടപ്പെട്ടതല്ലേ, ഇനി പടവലത്ത് പോകും. ഇല്ല, നിങ്ങൾ പറഞ്ഞതല്ലേ, ഞാൻ പോകത്തില്ല. അളിയാ എന്റെ മീശ ഇളക്കി പോയപ്പോഴേ ഒന്ന് ഇറങ്ങി ഓർഡറോ എന്നെങ്കിലും ഒന്ന് പറഞ്ഞുകൂടാതെ കഴുതേ. എനിക്ക് ആ വ്യത്യാസമായി പോയില്ലേ?